പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഒരുപാട് കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലെ. അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ, അതായത് ഈ ഒരു കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് അവർ നല്ല വെള്ളത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നത്, ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന, അങ്ങനെ ഒരുപാട് കഥകൾ. പക്ഷേ ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോകുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ട് അല്ലെ. കേവലം നമ്മുടെ യുവതലമുറ ഈ ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇന്നും അതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്നതിന് തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടുവാ. മഴ തോർന്ന പാടവരമ്പത്തൂടെയും തോടുകളിലൂടെയും കയ്യിലൊരു ചൂണ്ടയുമായി നടന്നു നീങ്ങുന്ന ആ പഴയ ബാല്യം. ഡിജിറ്റൽ യുഗത്തിന്റെ ചുവട് പിടിച്ച് കുട്ടികളുടെ ലോകം 4 ചുവരുകൾക്കുള്ളിലെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലേക്ക് ഒതുങ്ങിയതോടെ ഇത്തരമൊരു കാഴ്ച ഇന്നെവിടെയും അപൂർവമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ആ ചിന്തകളെല്ലാം തിരുത്തിക്കുറിക്കുകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ. ഫോണിലെ ഗെയിമുകൾക്ക് വിട നൽകി പ്രകൃതിയോട് ചേർന്നു നിന്ന് യഥാർത്ഥ സന്തോഷം കണ്ടെത്തുകയാണിവർ. ചുറ്റും പച്ചപ്പണിഞ്ഞ പാടത്ത് കൂട്ടമായി ഇരുന്ന് ചൂണ്ടയിട്ട് ഓരോ മീൻ കുടുങ്ങുമ്പോഴും ഉയർന്നു കേൾക്കുന്ന ഇവരുടെ ആർപ്പുവിളികൾ ഏതൊരു മലയാളിയുടെയും മനസ്സിനെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ലഭിക്കുന്ന മീനിന്റെ വലുപ്പത്തിലല്ല, അതിനായുള്ള ക്ഷമയോടെയുള്ള കാത്തിരിപ്പിലും ഒടുവിൽ ചൂണ്ടയിൽ മീൻ കൊളുത്തുമ്പോൾ കിട്ടുന്ന ആവേശത്തിലുമാണ് കാര്യമെന്ന് ഇവരുടെ മുഖത്തെ ചിരി വ്യക്തമാക്കുന്നു. കുട്ടിക്കാലം കളറാക്കാൻ ഗാഡ്ജറ്റുകൾ വേണമെന്നില്ല, ഇത്തിരി പച്ചപ്പും പ്രകൃതിയോടുള്ള കൂട്ടുകൂടലും മാത്രം മതിയെന്ന് ഈ കാഴ്ച നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ തടവറകളിൽ നിന്ന് പുറത്തു കടന്ന് മണ്ണും മഴയും തൊട്ട് വളരുന്ന ഈ ബാല്യം വരും തലമുറയ്ക്കു മികച്ചൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മെമ്മറീസ് എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു കാഴ്ചകളൊക്കെ. പക്ഷേ അതീവ സുരക്ഷയും നമുക്ക് ആവശ്യമാണ്. അത്രമേൽ സുരക്ഷയും മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കണം. ഒരുപാട് വെള്ളക്കെട്ടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.